वबरकातुहू. ഇനി നമുക്ക് എടുക്കാനുള്ളത് തെഹ്വാർ കാ തീസരാ ദിൻ മുട്ടോ പൊങ്കൽ ഹേ അല്ലേ. ആഘോഷത്തിൻ്റെ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് മുട്ടു പൊങ്കലാണ്. മുട്ടു പൊങ്കൽ എന്നാണ് അതിൻ്റെ പേര്. യെ മവീഷിയോം കി ഖിദ്മത്ത് കാ ദിൻ ഹേ. ഇത് കന്നുകാലികളെ സേവിക്കുന്ന ദിവസമാണ്. കന്നുകാലികളെ മെയിൻറ്റ് ചെയ്ത് അവയെ സേവിക്കുന്ന ഒരു ദിവസമാണ് മുട്ടു പൊങ്കൽ എന്ന് പറയുന്നത്. ശാം കോ മന്ദിറോ മേ പൂജ ഹോത്തി ഹേ. വൈകുന്നേര സമയത്ത് മന്ദിരങ്ങളിൽ പൂജ ഉണ്ടാകുന്നു. ബാദ് മേ ബേൽഗാഡിയോ കി ദൗഡ് ഹോത്തി ഹേ. അതിനുശേഷം ബേൽഗാഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കാളവണ്ടികളുടെ ദൗഡ് ഹോത്തി ഹേ, ഓട്ടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കാളവണ്ടി മത്സരങ്ങൾ ഉണ്ടാകുന്നു, ഓട്ടം ഉണ്ടാകുന്നു. ഉസ് ദിൻ പതംഗ് ബാസി ബി ഹോത്തി ഹേ. ആ ഒരു ദിവസം പട്ടം പറപ്പിക്കൽ മത്സരവും ഉണ്ടാകുന്നു. പതംഗ് ബാസി ബി ഹോത്തി ഹേ, പട്ടം പറപ്പിക്കലും ഉണ്ടാകുന്നു. ഓർ ശിക്കാർ ബി കേലാ ജാത്താ ഹേ. വേട്ടയാടുന്ന കളികളും കളിക്കുന്നു. വേട്ടയാടുന്ന ആ കളിയിലും ഏർപ്പെടുന്ന ആളുകൾ ഈ ഒരു ദിവസം ഉണ്ടാകും. മനസ്സിലായില്ല പറഞ്ഞ്? മനസ്സിലായില്ലേ? പിന്നെ ഈദുൽ ഫിത്തർ ജിസെ മീട്ട് ഈദ് ബി കഹത്തെ ഹെ. പിന്നെ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നതിന് മീട്ട് ഈദ് എന്നും പറയാറുണ്ട്. മുസൽമാനോ കാ സബ്സേ ബഡാ തെഹ്വാർ ഹെ. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ തെഹ്വാർ, ആഘോഷമാണ് എന്ത്? ഈദുൽ ഫിത്തർ അല്ലേ. പെരുന്നാളായി എന്തൊരു സന്തോഷം നമുക്ക്. പെരുന്നാളിൻ്റെ മുമ്പത്തെ രാത്രി സന്തോഷമാണ്. പെരുന്നാളിൻ്റെ രാവിലെ സുബീക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ആ പെരുന്നാൾ പള്ളി കഴിഞ്ഞാൽ പിന്നെ സന്തോഷത്തിൻ്റെ നിറം ഇങ്ങനെ മാറൽ തുടങ്ങും അല്ലേ. അങ്ങനെയല്ലേ? അല്ലെ പിന്നെ സിയാറത്ത് ടൂറോ നല്ല രസങ്ങളുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് രസം ഉണ്ടാവും. അതുപോലെ കുടുംബം വന്ന് ചേർത്തുകയാണെങ്കിൽ അപ്പോഴും രസം ഉണ്ടാവും. വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അത്ര രസം ഉണ്ടാവണമെന്നില്ല. ഏതായാലും മുസ്ലിങ്ങളുടെ വളരെ വലിയ ഒരു ആഘോഷമാണ്, ഫെസ്റ്റിവലാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. യേ റംസാൻ കാ മഹീന ഖത്തം ഹോനെ കി ഖുശി മേ. മനസ്സിലായോ? റംസാൻ മാസത്തിലെ, മനസ്സിലായിട്ടോ, റംസാൻ മാസത്തിലെ നോമ്പൊക്കെ കഴിയുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. നോമ്പ് കഴിയുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ, അതാണ് യേ റംസാൻ കാ മഹീന ഖത്തം ഹോനെ കി ഖുശി മേ. ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് റമദാൻ മാസത്തിൻ്റെ കഴിഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ മനായ ജാത്താ ഹേ, ആഘോഷിക്കപ്പെടുന്നു. പറഞ്ഞ മനസ്സിലായിട്ടോ? മനായ ജാത്താ ഹേ, ആഘോഷിക്കപ്പെടുന്നു. जब रमज़ान की आखिरी तारीख को नया चांद दिखाई देता है तो अगले दिन बड़ी धूमधाम से ईद मनाई जाती है. എപ്പോഴാണോ റമദാനിൻ്റെ അവസാനത്തെ ആ ഒരു ഡേറ്റ്, ആ ഡേറ്റ് പുതിയ ഒരു ആഖിരി താഖിരിക്കോ റമദാനിൻ്റെ അവസാനത്തെ ആ ഡേറ്റിൽ നയാ ചാന്ദ് ദിക്കായി ദേത്താത്തോ, പുതിയ ചന്ദ്രനെ കാണപ്പെടുന്നുവോ. അപ്പോൾ റമദാൻ അവസാനിച്ച് അവസാന ഡേറ്റിൽ പുതിയ ചന്ദ്രനെ കാണൂ. തു അകലേദിൻ, ആ സമയത്ത് അടുത്ത ദിവസം ബഡി ധൂംധാംസെ, വളരെ ശബ്ദകോലാഹലങ്ങളോടുകൂടെ, വളരെ ഒച്ചപ്പാടുകളോടുകൂടെ, പടക്കം പൊട്ടിച്ചും പൂതിരി കത്തിച്ചും അല്ലാതൊക്കെ പല രീതിയിലും അല്ലേ, ഈദ് മനായി ജാത്തി ഹേ, പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു. അപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും സംഗതികളൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ടാവും. പിന്നെ തക്ബീറുകൾ കൊണ്ട് മുഖരിതമാവുകയൊക്കെ ചെയ്യും പള്ളികളൊക്കെ അല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലേ ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ ഓരോ പള്ളികളിൽ നിന്നും പള്ളി മിനാരങ്ങളിൽ നിന്നൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പറയണത് മനസ്സിലാണില്ലേ? ശബ്ദത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്, കാരണം വലിയൊരു സുഖമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ടാണ് ക്ലാസ് എടുക്കണത്. മനസ്സിലായോ? ईद के दिन नमाज अदा करने से पहले एक मुकर्ररा रकम जिसे फितरा कहते हैं गरीबों में तकसीम की जाती है. പെരുന്നാൾ ദിവസത്തിൻ്റെ നമാസ് അദാ കർണേസെ പഹലെ, നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ്, ആ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഏക മുഖററ റഖമ, ഒരു നിശ്ചിത അളവ്, ജിസെ ഫിത്ര കഹത്തെ ഹൈ, ഫിത്ർ സക്കാത്ത് എന്ന് പറയും, അത്
ഗരീബോ മേ തക്സീം കി ജാതി ഹെ, പാവപ്പെട്ട ആളുകളിൽ വിഹിതം ചെയ്യപ്പെടുന്നു. പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു എന്നർത്ഥം അല്ലേ. ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബി വഫി സബീലില്ലാഹ് വബിനിസ് സബീൽ എന്നൊക്കെ അല്ലേ പറഞ്ഞ് ഖുർആൻ. അപ്പോൾ ഏതായാലും നമ്മുടെ അയൽവാസികളായ പാവപ്പെട്ട ആളുകളുണ്ടാവും, അവരെ ആ ഒരു ദിവസം സന്തോഷിപ്പിക്കാൻ ആപേക്ഷികമായിട്ട് പാവപ്പെട്ടവരെ, പണ്ടത്തെ പാവപ്പെട്ടവരൊക്കെ എന്നാൽ ഇപ്പോൾ വലിയ വലിയ ആളുകളായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ നാടുകളിൽ തന്നെ. അല്ലെങ്കിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ അങ്ങനെ പാവപ്പെട്ടവർ പറഞ്ഞാൽ ആരുമല്ല ഉണ്ടാവില്ല. എന്നാൽ പോലും മൊത്തത്തിൽ നോക്കുമ്പോൾ എള്ളിയിൽ ഏറ്റവും കുറച്ച് പാവപ്പെട്ടവരെ ഓലൊക്കെ പിടിച്ചിട്ട് ഓൽക്ക് എന്ത് ചെയ്യുക, അത് കൊടുക്കുക. മനസ്സിലായല്ലോ. ഇസിലിയെ ഇസ് ഈദുൽ ഫിത്തർ കാത്തെ, ഇത് കൊണ്ട് ഈ പെരുന്നാൾക്ക് നമ്മൾ എന്താ പറയുക, ഈദുൽ ഫിത്തർ എന്ന് പറയും. ईद के सुबह को मुसलमान नए नए कपड़े पहनते हैं और अतर लगाते हैं. ईदगाह और दूसरी बड़ी मस्जिदों में जाकर ईद की नमाज अदा करते हैं. എന്താ പറഞ്ഞേ, ഈദിൻ്റെ സുബഹിൻ്റെ സമയത്ത് മുസ്ലിങ്ങൾ പുതിയ പുതിയ ഡ്രസ്സുകൾ ധരിക്കുന്നു. നയ നയേ കപ്പടേ പഹൻതേ ഹൈ, പുതിയ പുതിയ ഡ്രസ്സുകൾ ധരിക്കുന്നു. ഓർ അത്തർ ലഗാത്തേ ഹൈ, അത്തറുകൾ പുരട്ടുന്നു. പുതിയ ഡ്രസ്സുകൾ ഇടുന്നു, അത്തറുകൾ പുരട്ടുന്നു. ഈദ്ഗാഹ് ഓർ ദൂസരി ബടി മസ്ജിദോ മേ ജാക്കർ, ഈദ്ഗാഹിലും മറ്റുള്ള വലിയ പള്ളികളിലൊക്കെ ജാക്കർ പോയിട്ട് ഈദ് കി നമാസ് അദാ കർത്തേ ഹൈ, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നു. नमाज के बाद एक दूसरे को ईद की मुबारकबाद देते हैं. നിസ്കാരത്തിന് ശേഷം ഒരാൾ മറ്റൊരാൾക്ക് ഈദ് കി മുബാറക്ബാദ് ദേത്തെ ഹൈ എന്ന് പറഞ്ഞാൽ എന്താ, പെരുന്നാളിൻ്റെ ആ ഒരു അഭിനന്ദനം അഭിനന്ദിക്കുന്നു, പരസ്പരം അഭിനന്ദിക്കുന്നു, ഈദിൻ്റെ അഭിനന്ദനം നേരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് നമാസ് കെ ബാദ് ഏക് ദൂസരെ കോ ഈദ് കി മുബാറക്ബാദ് ദേത്തെ ഹൈ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശരിക്കും പഠിച്ചു വരാം കേട്ടോ. അർത്ഥങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വളരെ ക്ലിയറായിട്ട് ഷോർട്ട് എഴുതി വരിക, മലയാളത്തിൽ ഇതിൻ്റെ ഷോർട്ട് എഴുതി വരിക കേട്ടോ. അസ്സലാമു അലൈക്കും.